ഫസ്റ്റ് NCERT മാത്സ് 1 lakh എന്ന് പറയുമ്പം 5 സീറോ, 1 crore എന്ന് പറയുമ്പം 7 സീറോ. പിന്നെ ഡെപ്ത് ഓഫ് സി എന്ന് പറയുന്നത് ഫാത്തംസിലാണ് നമ്മൾ പറയുന്നത് ഈ ഫിഷർമാനൊക്കെ. അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ ലെസ് ദാൻ 90, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 90, റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അറിയാമല്ലോ, P/Q ഫോമിലുള്ള ഒരു ഇതിനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററെക്കാളും ചെറുതാണെങ്കിൽ അതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്നും, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെ വലുതാണെങ്കിൽ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നും പറയും. സിമിട്രി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഒരു മിററിൽ നോക്കുമ്പോൾ അതിൻ്റെ സെയിം സൈസും സെയിം ഷേപ്പുമാണ് നമ്മൾ കാണുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റ് സിമിട്രിയിലാണെന്ന് പറയും. സപ്പോസ് ഒരു ഒബ്ജക്റ്റ് നമ്മൾ മിറർ വെക്കുമ്പം ഒരു ഒബ്ജക്റ്റ് നമ്മൾ ലെഫ്റ്റ് കൈ ഇങ്ങനെ പൊക്കുവാണെങ്കിൽ റൈറ്റ് കൈയാണ് ഇവിടെ പൊക്കുന്നത്, അതിനെ നമ്മൾ മിറർ ഇമേജ് എന്ന് പറയും. പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ 2 ഫാക്ടേഴ്സേ കാണത്തുള്ളൂ. അതായത് ഇപ്പം 1, 3, 5, അതിന് വേറെ ഫാക്ടേഴ്സ് ഇല്ല. അതായത് 1 × 3 3, 1 × 5 5, അങ്ങനെ, അല്ലെങ്കിൽ 7, ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള നമ്പേഴ്സിനെല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. പിന്നെ ഡയറക്ഷൻ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഒരു സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, മേളിൽ 2 സർക്കിള്, ഇങ്ങനെ ആയിരിക്കും ഒരു സിലിണ്ടർ ഇരിക്കുന്നത്. ഇനി ഒരു കോണെന്ന് പറയുമ്പം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വന്നിട്ട് അടിയിലൊരു സർക്കിൾ വരെ കോണെന്ന് പറയുന്നത്. നമ്മൾ ഒരു ഫ്രാക്ഷനെ നമ്മൾ ഡെസിമൽ ഫോമാറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ എത്ര സീറോ ഉണ്ടോ അത്രയും ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ഇടണം. ഇപ്പോൾ 2 സീറോ ഉണ്ടെങ്കിൽ 0.01, 2 പ്ലേസുകൾ. താഴെ എത്ര സീറോ ഉണ്ടോ അത്രയും പ്ലേസുകൾ ഇവിടെ ഇടണം. ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ചുറ്റളവ്. ഇപ്പോൾ ഇതൊരു സ്ക്വയർ ആണെങ്കിൽ ഇതൊരു ചുറ്റളവിനെയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് 4 × സൈഡാണ്. അതായത് ഈ സൈഡ് എല്ലാം കൂടി കൂട്ടുന്നത്. ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ് ഏരിയ. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്തും, ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തും. നമ്മൾ പലതരം ഗ്രാഫുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ബാർ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. പിക്ടോഗ്രാഫ് എന്ന് വെച്ചാൽ പിക്ചേഴ്സോ സിമ്പിൾസോ വെച്ച് നമ്മൾ പറയുന്നതിന് ടാലി മാർക്ക് എന്ന് പറയുന്നത് ഇതിനെയാണ് ഇങ്ങനെ വരച്ച്, ഇപ്പം 4 1 2 3 4, ഇത് 5, ഇതാണ് ടാലി മാർക്ക്. ഇനി നമ്മൾ ഒരു ഡെസിമൽ കൺവേർഷൻ ചെയ്യുന്നത് മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, ഡെസിമീറ്റർ, മീറ്റർ, ഡെക്കാമീറ്റർ, ഹെക്ടോമീറ്റർ, കിലോമീറ്റർ. മേളിലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്യണം, താഴോട്ട് ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്ററാണ്? മേളിലോട്ടല്ലേ. അപ്പം മീറ്റർ വരെ എത്ര എണ്ണം എത്ര എണ്ണമാണ്? 1 2 3. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1 2 3 3 അല്ലേ. അപ്പോൾ 3 0 = 1000 മീറ്റർ. 1 ഹെക്ടോമീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് ചോദിച്ചാൽ ഹെക്ടോമീറ്റർ കഴിഞ്ഞിടണം. അപ്പം 1 2 3 4. അപ്പം 1 ഹെക്ടോമീറ്റർ = 1 2 3 4 സെൻറ്റിമീറ്റർ. കണ്ടോ? തിരിച്ചാകുമ്പോൾ ഡിവൈഡ് ചെയ്യണം. 1 മീറ്റർ എത്ര കിലോമീറ്ററാണ്? 1 മീറ്റർ = 1 2 3. 1/1 മീറ്റർ = ഡാഷ് കിലോമീറ്റർ. ഇത് എണ്ണുക, 1 2 3. താഴോട്ടായതുകൊണ്ട് 1/1000. കണ്ടോ? ഇങ്ങനെ. അപ്പോൾ ഇതാണ് 5th.